ഹായ് ഓൾ. ഇന്നത്തെ ഈ സെഷനിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കേരള PSCയിൽ ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്ത് ഈ ഒരു കാറ്റഗറി നമ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചതെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലോങ് ടൈം ഫിനാൻഷ്യൽ ഡിസിഷൻ? ലോങ് ടൈം ഫിനാൻഷ്യൽ ഡിസിഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡിവിഡൻഡ് ഡിസിഷൻ, ഓപ്ഷൻ ബി ഫിനാൻസിങ് ഡിസിഷൻ, ഓപ്ഷൻ സി ലിക്വിഡിറ്റി ഡിസിഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ലിക്വിഡിറ്റി ഡിസിഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റൻ ഐഡൻറ്റിഫൈ നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ഫിനാൻഷ്യൽ ഡിസിഷൻ ഓർ ഫിനാൻസ് ഡിസിഷൻ ഓർ ഫിനാൻസ് ഫങ്ഷൻ. അപ്പം ഈ ഫിനാൻഷ്യൽ ഡിസിഷനെ തന്നെയാണെന്ത് ഫിനാൻസ് ഡിസിഷൻ എന്നും ഫിനാൻസ് ഫങ്ഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇത് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ലോങ് ടൈം ഡിസിഷൻ എന്നും ഷോർട്ട് ടൈം ഡിസിഷൻ എന്നും. ഈ ലോങ് ടൈം ഡിസിഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഫിനാൻസിങ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ എന്ന 3 പേർ. എന്നാൽ ഷോർട്ട് ടൈം ഡിസിഷനാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഡിസിഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞാൽ എന്താണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കണ്ടിജൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ്. എന്താണ് കണ്ടിജൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ചോയ്സ് ഓഫ് വൺ ഇൻവെസ്റ്റ്മെൻറ്റ് നെസസിറ്റേറ്റ് അണ്ടർടേക്കിംഗ് വൺ ഓർ മോർ അതർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓപ്ഷൻ ബി ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഡ്യൂറിങ് എമർജൻസി സിറ്റുവേഷൻസ് ഇൻ വിച്ച് നോ എംഫസിസ് ഫോർ പ്രോഫിറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഫോർ ഡിസ്പോസിങ് വെൻ എ കണ്ടിജൻസി ഒക്കേഴ്സ് ഇൻ ഫ്യൂച്ചർ. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ചോയ്സ് ഓഫ് വൺ ഇൻവെസ്റ്റ്മെൻറ്റ് നെസസിറ്റേറ്റ് അണ്ടർടേക്കിംഗ് വൺ ഓർ മോർ അതർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ്. അപ്പോൾ എന്താണ് കണ്ടിജൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമ്മൾ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി റിലേറ്റ് ചെയ്ത കുറച്ചെണ്ണം അഡീഷണലായിട്ട് നമുക്ക് ഏറ്റെടുത്തേ പറ്റുള്ളൂ. അതിനെയാണ് എന്ത് കണ്ടിജൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ റൂറൽ ഏരിയയിൽ ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ റൂറൽ ഏരിയയിലോട്ടുള്ള ഇറിഗേഷൻ ഫെസിലിറ്റി, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി, അതർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, ഇതൊക്കെ നമ്മളെന്താ അഡീഷണലായി കൊണ്ടുവന്നേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഫാക്ടറി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് അത് മാത്രം പോരാ. അത് ചെയ്ത് കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ചിട്ട് പല ഇൻവെസ്റ്റ്മെൻറ്റുകളും നെസസറി ആയിട്ട് വരുന്ന പല ഇൻവെസ്റ്റ്മെൻറ്റുകളും ഉണ്ട്. അങ്ങനെ അഡീഷണലായിട്ട് നെസസിറ്റേറ്റ് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉള്ള മൊത്തത്തിലുള്ള ആ ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്നതാണെന്ത് കണ്ടിജൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു എക്സാമ്പിൾ വെച്ച് ഓർത്താൽ മതി. അപ്പം ബാക്കി ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്ന് നോക്കാം. ഇൻഡിപെൻഡൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രോജക്റ്റ് ദാറ്റ് ഡു നോട്ട് അഫക്ട് ദ അക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ ഓഫ് അതർ പ്രോജക്റ്റ്. ഇത്രയേ ഉള്ളൂ. ഇൻഡിപെൻഡൻ്റ് ആണ്. രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ എൻറ്റയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരു പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്തു എന്ന് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ച് മറ്റേ പ്രൊജക്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് റിജക്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അത് എൻറ്റയർലി അൺഅഫക്റ്റഡ് ആണ്. ഒരെണ്ണത്തിൻ്റെ അക്സെപ്റ്റൻസോ റിജക്ഷനോ മറ്റൊന്നിലെ അഫക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെയാണ് ഇൻഡിപെൻഡൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓൺലി വൺ ഔട്ട് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പ്രോജക്റ്റ് ക്യാൻ ബി സെലക്റ്റഡ്. അതായത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതെന്താണ്, അതിൽ ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്താൽ മറ്റേത് ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ആവും. കാരണം നമുക്ക് ഒരെണ്ണേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആവണോ ലേബർ ഇൻറ്റൻസീവ് ആണോ ഡിസിഷൻ എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ കമ്പനി തീരുമാനിച്ചു നമ്മൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഫോളോ ചെയ്യാമെന്ന്, അങ്ങനെ മെഷീൻസ് വാങ്ങി. ദെൻ അവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കായി റിജക്റ്റ് ചെയ്തത് കാരണം എന്താ ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയുന്നത്. സോ ഒരെണ്ണത്തിൻ്റെ അക്സെപ്റ്റൻസ് ഓട്ടോമാറ്റിക്കലി മറ്റൊന്നിനെ റിജക്റ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നെങ്കിൽ അതിന് അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. നോക്കിക്കേ, സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് അല്ലേ. മുമ്പ് കണ്ടിജൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ചോദിച്ചു, അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ നമ്മൾ മുമ്പേ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഓപ്ഷൻ എ നോക്കുക, ദേ സെർവ് ദ സെയിം പർപ്പസ്. ഓപ്ഷൻ ബി ദേ കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ. ഓപ്ഷൻ സി ഇഫ് വൺ ഈസ് അണ്ടർടേക്കൺ അതർ വിൽ ഹാവ് ടു ബി എക്സ്ക്ലൂഡഡ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ് ആണ്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആണ്.
ഇതെല്ലാം എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവുമായി റിലേറ്റ് ചെയ്താണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് അപ്ലിക്കബിൾ ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവുമായി റിലേറ്റ് ചെയ്യാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം മ്യൂച്വലി എക്സ്ക്ലൂസീവുമായിട്ട് കണക്ട് ചെയ്താൽ നോക്കാം. ഓപ്ഷൻ നോക്കിയേ, ദേ സെർവ് ദ സെയിം പർപ്പസ്. നമ്മൾ പറഞ്ഞല്ലേ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ലേബർ ഇൻറ്റൻസീവ് രണ്ടും എന്താണ് ഒരേ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സെയിം പർപ്പസാണ് രണ്ടിനുള്ളത്. മുമ്പത്തെ എക്സാമ്പിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ബി പറയുന്നത് ദേ കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ. രണ്ടും എന്താണ് സെയിം ആണ് അല്ലേ. രണ്ടും നമ്മൾ ഇനീഷ്യേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ്. ഓപ്ഷൻ സി ഇഫ് വൺ ഈസ് അണ്ടർടേക്കൻ അതർ വിൽ ഹാവ് ടു ബി എക്സ്ക്ലൂസീവ്. നമ്മൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എടുത്തു കഴിഞ്ഞാൽ ലേബർ ഇൻറ്റൻസീവ് ഒഴിവാകുന്നു. ലേബർ ഇൻറ്റൻസീവ് ആണ് അഡോപ്റ്റ് ചെയ്താൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ആൻസർ നൺ ഓഫ് ദി എബോവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് ഇൻ ദ കേസ് ഓഫ് NPV? ഇവിടെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, appropriate discount factor is identified using the opportunity cost of capital. Option B, expected net profit in the whole life of the asset is taken into account for discounting. Option C, annual depreciation to be provided for the asset is ignored for evaluating the project. Option D, salvage value of the asset is discounted for the evaluation. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, എക്സ്പെക്റ്റഡ് നെറ്റ് പ്രോഫിറ്റ് ഇൻ ദ ഹോൾ ലൈഫ് ഓഫ് ദി അസറ്റ് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഫോർ ഡിസ്കൗണ്ടിങ് എന്നുള്ളതാണ്. നമുക്ക് ഓരോ ഓപ്ഷൻസും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, നോട്ട് കറക്റ്റാണ്. NPV മെത്തേഡുമായിട്ട് റിലേറ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ തെറ്റായ ആ മെത്തേഡ് പ്രകാരം തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നോക്കിക്കേ, അപ്രോപ്രിയേറ്റ് ഡിസ്കൗണ്ട് ഫാക്ടർ ഈസ് ഐഡൻറ്റിഫൈഡ് യൂസിങ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. NPV മെത്തേഡിൽ ഡിസ്കൗണ്ട് ഫാക്ടർ എന്ത് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെച്ചിട്ടാണ്. അത് കറക്റ്റാണ്. അതായത് NPV മെത്തേഡിൽ നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെച്ചിട്ടാണ്. അത് കറക്റ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അത് തെറ്റായത്? ഇവിടെ പറഞ്ഞിരിക്കുന്നു നോക്കി, എക്സ്പെക്റ്റഡ് നെറ്റ് പ്രോഫിറ്റ് in the whole life of the asset is taken into account for discounting. ഡിസ്കൗണ്ടിങ്ങിന് വേണ്ടി നമ്മൾ NPV മെത്തേഡിൽ നെറ്റ് പ്രോഫിറ്റ്, എക്സ്പെക്റ്റഡ് നെറ്റ് പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നെറ്റ് പ്രോഫിറ്റ് അല്ല അവിടെ കൺസിഡർ, ക്യാഷ് ഫ്ലോസ് ആണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണത് തെറ്റായി വന്നത്. ഓപ്ഷൻ സി നോക്കിയാൽ, ആനുവൽ ഡിപ്രീസിയേഷൻ ടു ബി പ്രൊവൈഡഡ് ഫോർ ദി അസറ്റ് ഈസ് ഇഗ്നോർഡ് ഫോർ ഇവാലുവേറ്റിംഗ് ദി പ്രൊജക്റ്റ്. ആനുവൽ ഡിപ്രീസിയേഷൻ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. അത് കറക്റ്റാണ്. നമ്മൾ ഡിപ്രീസിയേഷൻ കൺസിഡർ ചെയ്യുന്ന ഒരു മെത്തേഡ് മാത്രം ARR മെത്തേഡാണ്, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് മാത്രമാണ്. സോ ഇത് ഓപ്ഷൻ സി കറക്റ്റാണ്. ഓപ്ഷൻ ഡി പറയുന്നത് സാൽവേജ് വാല്യൂ ഓഫ് ദി അസറ്റ് ഈസ് ഡിസ്കൗണ്ടഡ് ഫോർ ഇവാലുവേഷൻ. ഇവാലുവേഷൻ സമയത്ത് സാൽവേജ് വാല്യൂ തന്നിട്ട് അതും എന്താണ്, നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ട് വേണം എന്ത് ആ വാല്യൂ നമ്മൾ ടേക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പം കറക്റ്റ് ആൻസർ, തെറ്റായ ആൻസർ ഇതിലേതാണ്? ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഡസ് നോട്ട് കൺസിഡർ ദ ടൈം വാല്യൂ ഓഫ് മണി? ടൈം വാല്യൂ ഓഫ് മണി അതേ ക്യാപിറ്റൽ ബഡ്ജറ്റിൻ്റെ ഏരിയയിൽ നിന്ന് തന്നെയാണ് വീണ്ടും ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നോക്കുക, ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യാത്ത മെത്തേഡ് ഏതാണ് എന്ന ചോദ്യം. അപ്പോൾ ഏതൊക്കെ ചെയ്യുന്നു ഏതൊക്കെ ചെയ്യുന്നില്ല എന്നോ അല്ലെങ്കിൽ ആ ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. നമുക്ക് ആദ്യം അത് നോക്കാം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് ഏതൊക്കെയാണ്? ട്രഡീഷണൽ ഓർ നോൺ ഡിസ്കൗണ്ടിങ് മെത്തേഡ്സ് ഉണ്ട്, മോഡേൺ ഓർ ടൈം അഡ്ജസ്റ്റഡ് ഓർ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ. നോക്കാം, മോഡേൺ ഓർ ടൈം അഡ്ജസ്റ്റഡ് ഓർ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ് ആണ് രണ്ടാമത്തെ കാറ്റഗറി. അപ്പോൾ ഏതൊക്കെയാണ് ട്രഡീഷണൽ അല്ലെങ്കിൽ നോൺ ഡിസ്കൗണ്ടിങ്ങിൽ വരുന്നത്? പേ ബാക്ക് പീരീഡും അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡും. മോഡേൺ മെത്തേഡിൽ ഏതൊക്കെയാണ്? NPV, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, IRR, മോഡിഫൈഡ് IRR, ഡിസ്കൗണ്ടഡ് പേ ബാക്ക്. ഇനി ഈ ക്വസ്റ്റ്യനിലോട് പോയിക്കേ, ഏതൊക്കെയാണ് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യാത്ത ഇതിലേതായിരിക്കും? NPV, ARR, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, നൺ ഓഫ് ദി അബോവ്. ARR മെത്തേഡാണ്, അതാണ് ട്രഡീഷണൽ മെത്തേഡ്, ടൈം വാല്യൂ കൺസിഡർ ചെയ്യാത്ത മെത്തേഡ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്?
തെറ്റായത് ഏതാണെന്നാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, NPV ഓഫ് എ പ്രോജക്റ്റ് ഡിക്ലൈൻസ് ആസ് ദ ഡിസ്കൗണ്ട് റേറ്റ് ഇൻക്രീസസ്. ഓപ്ഷൻ ബി, NPV വിൽ ബി നെഗറ്റീവ് ഇഫ് ഡിസ്കൗണ്ട് റേറ്റ് ഈസ് ലോവർ ദാൻ IRR. ഓപ്ഷൻ സി, project is rejected if IRR is lower than the opportunity cost of capital. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബോവ്. ഇവിടെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, NPV വിൽ ബി നെഗറ്റീവ് ഇഫ് ഡിസ്കൗണ്ട് റേറ്റ് ഈസ് ലോവർ ദാൻ IRR. നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഇതിൽ ഓപ്ഷൻസ് നോക്കിക്കുകയും NPV മെത്തേഡ് എന്താ ചോദിച്ചത്, NPV ഓഫ് എ പ്രോജക്റ്റ് ഡിക്ലൈൻ ആസ് ദ ഡിസ്കൗണ്ട് റേറ്റ് ഇൻക്രീസ്. അത് ശരിയാണോ തെറ്റാണോ? ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കാരണം ഡിസ്കൗണ്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോയിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഡിക്രീസ് ചെയ്യാണ്. ഡിസ്കൗണ്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രസൻറ്റ് വാല്യൂ ഡിക്രീസ് ചെയ്യുക. ആ ഒരു ലോജിക്ക് വെച്ചിട്ട് വേണം അത് ആൻസർ ചെയ്യാൻ. അങ്ങനെ ഡിക്രീസ് ചെയ്യുമ്പോൾ അതെന്തിലോട്ട് വയ്ക്കും? നമ്മുടെ NPV ഡിക്രീസ് ചെയ്യാൻ കാരണമാവും. അതവിടെ പറഞ്ഞിരിക്കുക NPV ഓഫ് പ്രോജക്റ്റ് ഡിക്ലൈൻ ആസ് ദ ഡിസ്കൗണ്ട് റേറ്റ് ഇൻക്രീസസ്. ഡിസ്കൗണ്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ NPV ഡിക്ലൈൻ ചെയ്യും. അത് കറക്റ്റാണ്. അതിൻ്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഡിസ്കൗണ്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോയിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അത് ഓപ്പോസിറ്റ് റിലേഷനാണ്. ആ ഓപ്പോസിറ്റ് റിലേഷൻ എന്ത് റിഫ്ലക്റ്റ് ചെയ്യും? നമ്മുടെ NPV ഡിക്ലൈൻ ചെയ്യാൻ കാരണമാവും. സോ ഇറ്റ്സ് കറക്റ്റ്. ദെൻ ഓപ്ഷൻ ബി, NPV വിൽ ബി നെഗറ്റീവ് ഇഫ് ദ ഡിസ്കൗണ്ട് റേറ്റ് ഈസ് ലോവർ ദാൻ IRR. NPV നെഗറ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഡിസ്കൗണ്ട് റേറ്റ് IRRനേക്കാളും കുറവാണെങ്കിൽ, ഡിസ്കൗണ്ട് റേറ്റ് ഈസ് ലോവർ ദാൻ IRR. എങ്ങനെയാണത് പോസിബിൾ ആവുന്നത്? ആ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആവാനുള്ള കാരണം എന്താണ്? അപ്പോൾ ആദ്യം എന്താണ് NPV എന്ന് മനസ്സിലാക്കിയാൽ മതി. NPV എന്ന് പറഞ്ഞാൽ എന്താണ്? IRR എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്കൗണ്ട് റേറ്റ് അറ്റ് വിച്ച് ദ NPV ഓഫ് എ പ്രോജക്റ്റ് ഈക്വൽസ് 0. ഒരു പ്രൊജക്റ്റിൻ്റെ NPV 0യ്ക്ക് ഈക്വൽ ആകുന്നത് ഏത് റേറ്റിനാണോ ആ റേറ്റിനെയാണ് എന്ത് പറയുന്നത്? IRR എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഡിസ്കൗണ്ട് റേറ്റ് IRRനേക്കാളും കുറവാണ് എങ്കിൽ പ്രൊജക്റ്റിൻ്റെ റിട്ടേൺ എന്താണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതലാണെന്നല്ല അർത്ഥം. അപ്പോൾ അതെന്തിലോട്ട് നയിക്കും? അത് ദാറ്റ് റേസ് ടു പോസിറ്റീവ് NPV ആണ്, അല്ലാതെ നെഗറ്റീവ് NPV അല്ല. ഇത്രയേ ഉള്ളൂ. ഡിസ്കൗണ്ട് റേറ്റ് നമ്മുടെ IRRനേക്കാളും കുറവാണ് എങ്കിൽ, ഇഫ് ദ ഡിസ്കൗണ്ട് റേറ്റ് ഈസ് ലോവർ ദാൻ IRR, ദാറ്റ്സ് ദ പ്രൊജക്റ്റ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഈസ് ഹയർ ദാൻ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റിനേക്കാളും കൂടുതലായിരിക്കും. അങ്ങനെ കോസ്റ്റിനേക്കാൾ കൂടുതലാകുമ്പോൾ നമ്മുടെ NPV എന്തായിരിക്കും? പോസിറ്റീവ് NPV നമുക്ക് കിട്ടുള്ളൂ, ഒരിക്കലും നെഗറ്റീവ് NPV കിട്ടില്ല. ഡിസ്കൗണ്ട് റേറ്റ് ലോവർ ദാൻ IRR ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ NPV വിൽ ബി നെഗറ്റീവ് എന്ന് പറയുന്നതാണ് തെറ്റ്. NPV എപ്പോഴും എന്താണ്? പോസിറ്റീവ് ആയിരിക്കും ആ ഒരു സിറ്റുവേഷനിൽ. ദെൻ ഓപ്ഷൻ സി പറയുന്നത് പ്രോജക്റ്റ് ഈസ് റിജക്റ്റഡ് ഇഫ് IRR ഈസ് ലോവർ ദാൻ ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. പ്രോജക്റ്റ് റിജക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. എപ്പോൾ? IRR ഈസ് ലോവർ ദാൻ ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അത് കറക്റ്റാണ്. IRRൻ്റെ അക്സെപ്റ്റ് റിജക്റ്റ് കണ്ടീഷനാണത്. ഓപ്ഷൻ ഡി പറയുന്നത് നൺ ഓഫ് ദി എബോവ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, തെറ്റായ ആൻസർ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതേതാണ്? ഓപ്ഷൻ ബി, NPV വിൽ ബി നെഗറ്റീവ് ഇഫ് ദ ഡിസ്കൗണ്ട് റേറ്റ് ഈസ് ലോവർ ദാൻ IRR ആണ്. ഇവിടെ NPVൻ്റെ IRRൻ്റെ അക്സെപ്റ്റ് റിജക്റ്റ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ജസ്റ്റ് നോക്കുക. NPV ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, NPV ലെസ് ദാൻ 0 ആണെങ്കിൽ റിജക്റ്റ് ചെയ്യുക. ഇനി IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കുറവാണെങ്കിൽ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. The next question, when profit